നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് 2 കൂട്ടം കറിയും കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് സാമ്പാർ ചീര. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കറി ഈ സാമ്പാർ ചീര വെച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാവും. എല്ലായിടത്തും ഇതിന് എന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ എന്തായാലും ഇതിന് സാമ്പാർ ചീര എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പറയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പിടി സാമ്പാർ ചീര ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത് ഈ പാനിലേക്ക് ചേർക്കാം. ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. വീണ്ടും ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം. തോരനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സ്വാദിഷ്ടമായ സാമ്പാർ ചീര തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് ഈ ബൗളിലേക്ക് ഒരു ചെറിയ മാങ്ങ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി തൊണ്ട് ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, ഒരൽപ്പം കറിവേപ്പില. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി അടുപ്പത്ത് വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, ഒരൽപ്പം കറിവേപ്പില, 2 വറ്റൽമുളക്. ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാങ്ങ ഇവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത് വേവാൻ വെച്ച മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അതിലേക്ക് ആ ജാറ് കഴുകി ഒരൽപ്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ കറി കൊഴുപ്പ് കൂടുതൽ ഒരൽപ്പം വെള്ളം കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അത് അരപ്പ് ചേർത്തിട്ട് ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. ഈ സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത് സ്വാദിഷ്ടമായ മാങ്ങ കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പം ഇനി തീ ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികളാണെന്ന് നമ്മുടെ കറികൾ. അപ്പം ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ? അപ്പോൾ ഊണ് കഴിക്കാം. നല്ല കുത്തിരി ചോറ്, സാമ്പാർ ചീര തോരൻ, മാങ്ങാക്കറി, നമ്മുടെ സ്വന്തം കരിനെല്ലിക്ക അച്ചാർ. സൂപ്പർ. ഇത്ര മതി നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാനായിട്ട്. അടിപൊളി കറികൾ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ പുതിയ ബാച്ച് കരിനെല്ലിക്കയും മറ്റ് അച്ചാറുകളും തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ കരിനെല്ലിക്ക ഉണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി തൈര് മാത്രം മതി ചോറിനായിട്ട്, വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു പിടിയാണ് പിടിക്കട്ടെ കേട്ടോ. ബൈ.